ഹായ്, ഇതാരാ എന്ന് വരെ നിങ്ങൾ ചിലപ്പോൾ കുറേ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു മാസത്തിലധികമായി നമ്മൾ ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നമ്മുടെ സ്വന്തം റൂട്ട് റെക്കോർഡ്സ് കള്ളം കൊണ്ടുപോയതായിരുന്നു. എന്താ പറയുക, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനും പിന്നെ അത് തിരിച്ച് കിട്ടിയതിൻ്റെ സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെക്കാനും കൂടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അതായത് ഞാൻ ദുബായി പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് റൂട്ട് റെക്കോർഡ്സിനകത്തേക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളൊക്കെ കാണുന്നത് പോലെ ചാനലിലെ വീഡിയോസ് ഇങ്ങനെ കാണാനൊക്കെ പറ്റുന്നല്ലാതെ എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മുടെ കമൻറ്റുകളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ലവും ലൈക്കൊക്കെ അടിക്കുമല്ലോ. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തു എനിക്ക്. അപ്പോൾ ഞാനപ്പോൾ മൈൻഡ് ചെയ്യില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എൻ്റെ എല്ലാ ഡിവൈസുകളിലും 2 ഫോണിൽ, ഐപാഡിൽ, മാക്ബുക്കിൽ, ഇതിനകത്തെല്ലാം ലോഗിൻ ചെയ്ത് കിടക്കുന്ന ഈ അക്കൗണ്ട് ലോഗ് ഔട്ട് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ ഞാൻ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലോഗിൻ ആവുന്നില്ല. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളോടൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ച്, അപ്പോൾ പലർക്കും അങ്ങനത്തെ ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. സാധാരണ ഹാക്ക് ചെയ്യപ്പെടാറുണ്ട് ചാനലുകൾ. നമ്മുടെ അറിയുന്ന കുറേ സുഹൃത്തുക്കളുടെ ചാനലൊക്കെ മുമ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ ആദ്യം വിചാരിച്ചു. ശരിക്കും കുറച്ച് ടെൻഷനായി. യൂട്യൂബിലുള്ള നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ കുറച്ചധികം ദിവസങ്ങൾ ഇങ്ങനെ തന്നെ സംഭവിച്ചു. ഞാൻ യൂട്യൂബുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, വേറെ അക്കൗണ്ട് വഴി. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. പിന്നീടാണ് മനസ്സിലായത്, എന്താ പറയുക, എന്തോ ഒരു യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു ഗ്ലിച്ചാണ്, എന്തോ ഒരു ടെക്നിക്കൽ എറർ എന്തോ ആണെന്നുള്ളൊരു കൺക്ലൂഷനിലെത്തി. വേറൊരു ലൊക്കേഷനിലും ഇത് ലോഗിൻ ചെയ്തിട്ടില്ല എന്നൊക്കെ മനസ്സിലായി ഈ ചാനൽ. അതുകൊണ്ട് തന്നെ അത് ഹാക്കഡ് അല്ല എന്നുള്ള കാര്യം കൺഫേം ആയി. അപ്പോൾ പിന്നെ കുറച്ച് സമാധാനമായി. ഇതിനകത്ത് വേറൊരു ചെറിയൊരു പേടി കുടുങ്ങിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സെയിം ടൈമിൽ കുറച്ച് സമയത്തേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോൺ നമ്പർ അതും പ്രവർത്തനക്ഷമമല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നും മനസ്സിലാകില്ല, എന്തോ ഒരു പ്രോബ്ലം ടോട്ടലി സംഭവിച്ചു. എൻ്റെ പ്രധാനപ്പെട്ട ഫോൺ നമ്പർ നോ നെറ്റ്വർക്കായിട്ട് കാണിക്കുന്നു, അത് വർക്ക് ചെയ്യുന്നില്ല. അത് പിന്നെ ഈ സർവീസ് പ്രൊവൈഡറൊക്കെ വേറെ രീതിയിലൊക്കെ കോൺടാക്ട് ചെയ്തിട്ടൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ശരിയായി. പക്ഷേ ചാനൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ശരിയാവുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം ഒന്ന് ശരിയായി, ഒറ്റ ദിവസം. ആ സമയത്ത് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇങ്ങനെ സംഭവിച്ചിരുന്നു, ഇപ്പോൾ ശരിയായി എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും അത് തിരിച്ച് പഴയ പോലെ തന്നെ ആയി. അധികം ദിവസങ്ങൾ ആദ്യം ഞാൻ നല്ല ടെൻഷൻ അടിച്ചു. നമ്മൾ നിങ്ങളുടെ സഹായത്തോടെ ഈ ഒരു പീരീഡ് 3 വർഷത്തിലധികം സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഈ ചാനൽ നഷ്ടപ്പെട്ടു പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു വിഷമമൊന്നുമല്ല, കുറച്ച് വലിയ വിഷമം തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങനെ കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കിയെടുത്തൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. പിന്നെ കുറേ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞവരൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. ആ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു വേറെ യാത്രയൊക്കെ പോയി, 1-2 വിസയുടെ ആവശ്യത്തിനൊക്കെയുള്ള ചെറിയ യാത്രയൊക്കെ പോയി. പിന്നെ അതൊക്കെ ശരിയായി. പിന്നെയും ഇത് ശരിയാവാതിരുന്ന സമയത്താണ് പിന്നെ എന്തായാലും ഈ സമയം ഒന്നും ചെയ്യാനില്ല, വേറൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട്, ഫെബിനെയും കുട്ടികളെയും കൊണ്ടിട്ട് ചെറിയ വേറൊരു ട്രിപ്പ് പോയി. അവിടെ ഒട്ടും നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സ്ഥലം. അപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ഇത് സംഗതി ഓക്കെ ആയിട്ടുണ്ട്. ചാനൽ ക്ലിയർ ആയി, ഇപ്പോൾ ഫുൾ ആക്സസ് ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ചാനലൊന്നും സംഭവിച്ചിട്ടില്ല. സാധാരണ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ ഹാക്ക് ചെയ്തവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, അവർ നമ്മുടെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെടും, അവർ ചാനലിനകത്തുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഹൈഡാക്കി വെക്കുക, അല്ലെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ചാനലിൽ വരുത്താറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഒരുവിധം എല്ലാ അർത്ഥത്തിലും ഹാക്കഡ് അല്ല എന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു. അതായിരുന്നു സമാധാനം ഉണ്ടായിരുന്നത്. പിന്നെ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച 3-4 വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ട്രിപ്പ് പോയത് ദുബായിലേക്കാണ്. അവിടെ നിന്നുള്ള ഒരു 3-4 വീഡിയോ ബാക്കി ഉണ്ടായിരുന്നു. അതുപോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോലും നിവൃത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ ചിലരൊക്കെ എനിക്ക് ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയച്ചു, മറ്റേ ചാനലിലൊക്കെ ഇട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു രസമല്ലല്ലോ. നമ്മുടെ റൂട്ട് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ ആണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലും യാത്രാ വീഡിയോകൾ ചെയ്യാനുള്ള ചാനലും ഒക്കെ. അപ്പോൾ
കുറച്ച് 2-3 വീഡിയോ വേറെ ചാനലിനകത്ത് വരിക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ത്രില്ലില്ല. അപ്പോൾ ഏതായാലും ശരിയാവുന്നതിന് പ്രതീക്ഷയിൽ നമ്മൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ സംഭവം ഓക്കെ ആയി. കുറച്ച് ദിവസങ്ങൾ നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉള്ളത് കട്ടായിപ്പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും വേറൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വിഷയം ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞിരുന്നു അവർക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ട് 15-20 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ച് ശരിയായതെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷം ചാനലിൻ്റെ റീച്ച് കുറച്ച് പ്രോബ്ലം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളോട് ഈ ഒരു വിശേഷം പറയാൻ വേണ്ടിയിട്ട് മാത്രം അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിത് മുഴുവൻ കാണുകയും ചെയ്യുക. ഒപ്പം എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ചെയ്യുക, ഒന്ന് ലൈവ് ആക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ഇനി വരുന്ന വീഡിയോ വരുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ റെക്കമെൻഡേഷൻ മീൻസ് നോട്ടിഫിക്കേഷൻ വരും. പഴയ രൂപത്തിലേക്ക് നമ്മുടെ ചാനലിനെ എത്തിക്കാനും പറ്റും. ഇത്രയൊരു ഗ്യാപ്പ് വന്നുകൊണ്ട് ഒരു പക്ഷേ ആദ്യം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് ചിലപ്പോൾ വ്യൂ കുറവാകാനും നോട്ടിഫിക്കേഷൻ പോകൽ കുറവാകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇടപെടൽ ഈ ഒരു വീഡിയോയിൽ നടത്തിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഴയ രീതിയിലേക്ക് തന്നെ നമ്മുടെ ചാനലിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി ഞാൻ അന്നത്തെ ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഞാനൊരു അബുദാബി എന്നുള്ളൊരു 1-2 വീഡിയോ നല്ല കിട്ടിലെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് എന്തായാലും കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് ഇനി ബാക്കി വീഡിയോസ് ഞാൻ ഇട്ട് തുടങ്ങാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഫെബിയും കുട്ടികളും കൂടി പോയ ആ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോയ ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി പോയ 2-3 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതും ഇതിന് ശേഷം വരും. അതിനുശേഷം നമ്മുടെ പുതിയ യാത്ര അടുത്ത ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതും കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു യാത്ര പ്ലാൻ ചെയ്തേക്കുന്നത്. ഏകദേശം 1 മാസത്തേക്കുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതിനും ഒക്കെ കൂടെ ഉണ്ടാവണം. എന്താ പറയുക, ശരിക്കും കുറേ പേര് ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചിരുന്നു. അധികം പേരോട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് പേരോട് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. കള്ളം കൊണ്ടുപോയ യൂട്യൂബ് ചാനൽ തിരിച്ചു കിട്ടി. കള്ളം കൊണ്ടുപോയെന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ടെക്നിക്കൽ എന്തോ ഒരു എറർ സംഭവിച്ചതാണെന്നാണ് ഇപ്പോൾ നിലവിലെത്തിയിരിക്കുന്ന കൺക്ലൂഷൻ. ഇതൊരു എന്താ പറയുക, ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് കേട്ടോ. നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചാലും ശ്രദ്ധിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി സംഭവിച്ചാൽ പോലും നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസുകളുണ്ട്. പല രീതിയിൽ ചാനൽ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസുകളുണ്ട്. ശരിക്കും ഒരു യൂട്യൂബ് ചാനലിൽ മാത്രം ഒരു ഇൻകം സോഴ്സ് ആയിട്ട് നോക്കുന്ന ആളുകൾക്ക് അതൊരു ഭീഷണിയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സെക്കൻഡറി ഇൻകം കൂടി ഒരു സൈഡിൽ കണ്ടുപിടിക്കേണ്ടത് നിർബന്ധമായ സാഹചര്യമാണ്. അതൊന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചതുപോലെ തോന്നി എനിക്ക് ഈ സംഭവത്തിൻ്റെ അനുഭവത്തിലൂടെ. ശരിക്കും ഒന്നും ചെയ്യാനില്ലല്ലോ നമുക്ക്, വേറെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആവാണ്. ഒന്നും നമുക്ക് അതിനകത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഏക ഇൻകം സോഴ്സ് യൂട്യൂബാണ് നിലവിൽ. അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. യൂട്യൂബ് തന്നെ ഓർമ്മിപ്പിച്ചാൻ തോന്നുന്നുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയും കൂടി നോക്കിക്കൂടെ എന്നൊക്കെ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നിലവിൽ ഞാൻ ഈ ഒരു വീഡിയോ വിശേഷം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കിയുള്ള അബുദാബിന്ന് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ വീഡിയോകളും അതൊന്ന് കാണണം കേട്ടോ. എന്തായാലും ഫുള്ളായിട്ട് കാണണം. ഞാൻ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എന്തായാലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കൂട്ടുകാർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ ഇനി വരുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. ചാനൽ പുതിയ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണുകയും ചെയ്യുക, ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് പറയുകയും കൂടി ചെയ്താൽ ചാനലിലൊരു അനക്കം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പഴയ രീതിയിലേക്ക് പെട്ടെന്ന് തന്നെ ചാനലിൽ എത്തിക്കാനും പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാത്തിനും നന്ദി, കൂടെ നിൽക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി സമയം കഴിഞ്ഞു പോയി. ഇനി നല്ല സമയമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.